നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നാളെ ഏകാദശിയാണ് കേട്ടോ. ഭൈമി ഏകാദശി അല്ലെങ്കിൽ ജയ ഏകാദശി എന്നാണ് നാളത്തെ ഏകാദശിനെ പറയാം. ഈ മാഘമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് ജനുവരി 29 ആയിട്ടുള്ള നാളെ അനുഷ്ഠിക്കുന്നത്. അത്രയേറെ വിശേഷപ്പെട്ട ഒരു ഏകാദശി എന്ന് പറയൂട്ടോ. എല്ലാ ഏകാദശിക്കും പ്രാധാന്യമുണ്ട്, എന്നിരുന്നാലും നാളത്തെ ഏകാദശിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്നറിയോ? നാളത്തെ ഈ ഒരു ജയ ഏകാദശി നോറ്റ് കഴിഞ്ഞാൽ നമ്മുടെ മുജ്ജന്മ പാപങ്ങളെല്ലാം തീരും എന്നാണ് പറയുക. ബ്രഹ്മഹത്യാ പാപം പോലും ഇല്ലാതാകും എന്ന് പറയാറുണ്ട് കേട്ടോ. ഇനി അതുമാത്രമല്ല, ഈ ഒരു ഏകാദശിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ അഗ്നിസോമയജ്ഞം അനുഷ്ഠിച്ചിട്ടുള്ള ഒരു ഫലമാണ് നമുക്ക് ലഭിക്കുക. അങ്ങനെയും കൂടെ പറയാറുണ്ട്. അത്രയേറെ പ്രാധാന്യമുള്ള ഒരു ഏകാദശിയാണ് നാളെ വരുന്നത്, ജനുവരി 29 വരുന്നത്. അപ്പോൾ നേരത്തെ കൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് ദശമിയാണ്. അപ്പോൾ എല്ലാവരും നാളത്തെ ഏകാദശി നോൽക്കുക. അപ്പോൾ ആ ഒരു ഏകാദശിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച്, മാഹാത്മ്യം കേൾക്കുന്നത് പോലും പുണ്യമാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ആ ഒരു മാഹാത്മ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത്. പിന്നെ അതുകൂടാതെ ഈ ഒരു ഏകാദശിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ദ്വാദശിക്കും ഒരു പ്രത്യേകതയുണ്ട്. ആ ഒരു പ്രത്യേകതയും കൂടെ പറയുന്നുണ്ട്. അതുകൂടാതെ കുറച്ച് സംശയങ്ങൾ ഭക്തരുടെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അലങ്കാരങ്ങളും പറയുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ. ഇന്നലെ ഗുരുവായൂരപ്പനെ നല്ല മിടുക്കനായിട്ടുള്ള ഒരു പൊന്നുണ്ണിയായിട്ടാണ് കേട്ടോ, നല്ല ഉഷാറായിട്ടാണ് നിൽക്കുന്നത്. ഇന്നലെ ഞാൻ ഉച്ചപൂജയാണ് തൊഴുതത്. അപ്പോൾ ഉച്ചപൂജയുടെ നേദ്യമൊക്കെ കഴിച്ചിട്ട് നന്നായി വയറൊക്കെ വീർത്തിട്ട് അപ്പം നല്ലൊരു ഉഷാറുണ്ടാവുമല്ലോ ഉണ്ണിക്ക്. അങ്ങനെയായിട്ടായിരുന്നു കേട്ടോ ഇന്നലെ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ കയ്യിൽ വെണ്ണയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴലും പിടിച്ചിട്ടാണ് നമ്മളെയൊക്കെ നോക്കിയിട്ട് സന്തോഷവാനായിട്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഭഗവാൻ നന്നായി വെണ്ണയൊക്കെ കഴിച്ചതല്ലേ, അപ്പോൾ ഇനി കുറച്ച് വെണ്ണ എൻ്റെ പ്രിയപ്പെട്ട ഭക്തർക്കും നൽകാം എന്നും പറഞ്ഞുകൊണ്ടാണ് കയ്യിൽ പിടിച്ചിരിക്കുന്നത്. അത് ഭഗവാന്റെ സ്നേഹമാണ് കേട്ടോ, നമുക്ക് എല്ലാവർക്കും നൽകാനായിട്ട് ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. ഭഗവാനിൽ നിറയെ ഭക്തി ഉണ്ടാകാനുള്ള ഒരു അനുഗ്രഹം, ഇതൊക്കെയാണ് ഭഗവാന്റെ കയ്യിലെ വെണ്ണ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതിങ്ങനെ വലത്തെ കയ്യിൽ പിടിച്ചിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ, ഇടത്തെ കയ്യിൽ ഓടക്കുഴലും പിടിച്ചിട്ട്. അനുമിടുക്കനായിട്ടുള്ള നല്ലൊരു പൊന്നുണ്ണി, അതായിരുന്നു ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്ന അലങ്കാരം. ഒരു തിരുമുടിമാല ഉണ്ടായിരുന്നു. അത് നല്ല തിക്കായിട്ട് കോർത്തിട്ടുള്ള വെളുത്ത നന്ദ്യാർവട്ട പൂക്കൾ കൊണ്ടായിരുന്നു കേട്ടോ. രണ്ടുണ്ടമാലയുണ്ട്. ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നത് തെച്ചിയും തുളസിയായിരുന്നു. അതിങ്ങനെ മാറി മാറി കോർത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉണ്ടമാലയിൽ തെച്ചിയുണ്ട്, തുളസിയുണ്ട്, നന്ദ്യാർവട്ടം ഉണ്ട്. അതിന് നടുക്കാണ് നമ്മുടെ ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. നെറ്റിയിൽ ഗോപീതിലകൊക്കെ ഉണ്ട്. വലിയ കാതുപൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല സന്തോഷമായിട്ട്, ഒരു ഉണർവായിട്ട്, നല്ല പുഞ്ചിരിയോട് കൂടിയിട്ടാണ് ഭഗവാന്റെ മുഖമൊക്കെ കാണാനുണ്ടായിരുന്നത്. 2 മാലകൾ അണിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ കഴുത്തിലെ ഗോപീതിലകങ്ങൾ ഇങ്ങനെ 3 വെച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ ഒരെണ്ണൊക്കെയാണല്ലോ വെക്കാറ്. ഇന്നലെ 3 വെച്ചിട്ടുണ്ട് ത്രികോണാകൃതിയിൽ. നന്നായി പുറപ്പെടുവിച്ചോളൂ എന്നാണ് ഭഗവാൻ പറയണേ. അപ്പോൾ ഒരെണ്ണത്തിന് പകരം 3 വെച്ച് കൊടുത്തിരിക്കണേ ഭഗവാൻ ഇന്നലെ. അപ്പോൾ അതൊക്കെ നല്ല തിളക്കമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ കൈവളകളും തോൾവളകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്. ഇടത്തെ കയ്യിൽ ഞാൻ പറഞ്ഞല്ലോ പൊന്നോടക്കുഴലാണ് പിടിച്ചിരിക്കുന്നത്. വലത്തെ കയ്യിൽ വെണ്ണുരുളയും പിടിച്ചിട്ടുണ്ട്. അരയിൽ കിങ്ങിണിയൊക്കെ കെട്ടിയിട്ടുണ്ട്. പട്ടുകോണമൊക്കെ ഉണ്ട്. അപ്പോൾ കിങ്ങിണിയുടെ ആ മുൻവശമൊക്കെ നല്ല വീതിയുള്ളതാണ് കേട്ടോ. അതൊക്കെ നല്ല തിളക്കുണ്ട്, നല്ല വലിപ്പത്തിൽ കാണാനുണ്ട്. കുഞ്ഞിക്കാലുകളിൽ കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്. അത് പട്ടിൻ്റെ ചുവന്ന പട്ട് പോലെയാണ് എനിക്ക് തോന്നിയത്. സ്വർണ്ണ നിറത്തിലല്ലാട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന, പുഞ്ചിരി തൂക്കിക്കൊണ്ട് നിൽക്കുന്ന മിടുക്കനായിട്ടുള്ള ഒരു പൊന്നുണ്ണിയായിട്ടായിരുന്നു ഇന്നലെ അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ആ വെണ്ണയൊക്കെ പിടിച്ചു നിൽക്കുന്ന ഭഗവാന്റെ രൂപം നന്നായി ഒന്ന് മനസ്സിൽ കണ്ടോളൂ. ഭഗവാന്റെ ആ വെണ്ണ പ്രസാദം, ഭഗവാന്റെ സ്നേഹം നമ്മളെല്ലാവരിലേക്കും ഭഗവാൻ എത്തിക്കട്ടെ. അതിനുള്ള അനുഗ്രഹം എല്ലാവർക്കും നൽകട്ടെ. നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പാ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അങ്ങനെ നമ്മുടെ വെണ്ണക്കണ്ണനെ തൊഴുത് നമസ്കരിച്ചിട്ട് നേരെ എത്തിയിരിക്കുന്നത് ഗണപതിയെ കാണാനായിട്ടാണ്. ഗണപതിക്ക് മഞ്ഞ നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത്. തുമ്പിയിൽ ഒരു കുഞ്ഞു ലഡ്ഡു പിടിച്ചിട്ടുണ്ട്. ആ വീതിയുള്ള മാലയുണ്ടല്ലോ, ചുവപ്പും പച്ചയും കല്ലുകളൊക്കെ ഇട്ട് മുകളിൽ കുഞ്ഞു കുഞ്ഞു വെള്ളമുത്തുകളൊക്കെ പതിപ്പിച്ചിട്ടുള്ള ഒരു മാലയാണ്, കുറച്ച് വീതിയുള്ളത്. അത് കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട്. പിന്നെ നെറ്റിയിൽ 2 പൊട്ടുകളുണ്ട് കേട്ടോ. രണ്ടും ആ സ്വർണ്ണ നിറത്തിലുള്ള കമ്മലാണ്, ചുവന്ന മഴത്തുള്ളി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലത്തെ. അത് 2 വെച്ചിട്ടുണ്ട്. പിന്നെ കിരീടം സ്വർണ്ണ നിറത്തിലെ ഗണപതിയുടെ ഒരു കിരീടമുണ്ട്, ചുവന്ന കല്ലൊക്കെ വെച്ചിട്ട്. അതാണ് ശിരസിൽ അണിഞ്ഞിരിക്കുന്നത്. പിന്നെ കാതിൽ കമ്മലൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു ത്രികോണാകൃതിയിലുള്ള ഒരു കമ്മലുണ്ടല്ലോ, അതാണ് 2 കാതുകളിൽ വെച്ചിരിക്കുന്നത്. പിന്നെ വെള്ളയും കറുപ്പും കല്ലുകളുള്ള വേറെ 2 കമ്മലുകൾ ഈ 2 വശങ്ങളിലായിട്ട് പിന്നെയും വെച്ചിട്ടുണ്ട്. അങ്ങനെയായിരുന്നു
ഇന്നലത്തെ ഗണപതിയുടെ അലങ്കാരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഗണപതിയുടെ ആ രൂപം ആ മുഖമൊക്കെ നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ. ഗണപതിക്ക് മുന്നിൽ എല്ലാവരും ഒന്ന് ഏത്തമിട്ടോളൂ. ഇനി നേരെ നമുക്ക് ഭഗവതി അമ്മേനെ തൊഴാനായിട്ടാണ് കേട്ടോ പോകുന്നത്. ചുവന്ന നിറത്തിലാണ് ഭഗവതി അമ്മയുടെ ഉടയാട. നല്ല സ്വർണത്തിൻ്റെ ഡിസൈനുകളോടൊക്കെ കൂടിയിട്ട് സ്വർണ്ണ നിറത്തിൽ ലേസൊക്കെ പതിപ്പിച്ചിട്ടുള്ള ഒരു ഉടയാടയാണ്. മുഖം ഗോളകയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ട് ഗോളകയൊക്കെ കാണാനായിട്ട്. അവിടെ തന്നെ അലങ്കാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മാലയൊക്കെ ആ ഗോളകയോട് ബന്ധപ്പെട്ട് തന്നെ ഉണ്ട്. എന്നിരുന്നാലും കഴുത്തിൽ പിന്നെയും ഒരു മാല ഇട്ടിട്ടുണ്ട്. കുഞ്ഞു ഇലകൾ ഇങ്ങനെ ചേർത്ത് വെച്ച പോലത്തെ ഒരു മാലയുണ്ട്. കിരീടവും ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ്. എന്നാലും കിരീടത്തിന് മുകളിൽ അലങ്കാരമുണ്ട്. ഈ സ്വർണ്ണമണികൾ കൊണ്ടുള്ള ഒരു മാല വെച്ചിട്ടൊരു അലങ്കാരം. പിന്നെ ചുവപ്പും വെളുപ്പും കല്ലുകൾ വെച്ചിട്ടുള്ള ഒരു മാലയുണ്ട്, അത് വെച്ചിട്ടുള്ള ഒരു അലങ്കാരം. ഇതൊക്കെ ഭഗവതി അമ്മയ്ക്ക് ഉണ്ട് കേട്ടോ. ഇനി ഇതൊന്നും കൂടാതെ തെച്ചിയും തുളസിയും കൊണ്ട് ചെറിയൊരു ഉണ്ടമാല അതും കഴുത്തിൽ ഇങ്ങനെ അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നല്ല സന്തോഷവതി ആയിട്ടിരിക്കുന്ന സുന്ദരിയായിട്ടിരിക്കുന്ന ഭഗവതി അമ്മ തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും ഭഗവതിയുടെ ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും ഭഗവതി അമ്മയ്ക്ക് മുന്നിൽ ഒന്ന് നമസ്കരിച്ചോളൂ. അപ്പോൾ നമുക്കിനി ഏകാദശിയെക്കുറിച്ച് പറയാം കേട്ടോ. നാളെയാണ് ഏകാദശി വരുന്നത്. ജനുവരി 29 മാഘമാസത്തിലെ വെളുത്ത പക്ഷ ഏകാദശി എന്നാണ് പറയുക. അല്ല, ഭൈമി ഏകാദശി എന്നാണ് പറയുക, അല്ലെങ്കിൽ ജയ ഏകാദശി എന്നും കൂടെ പറയും. അത്രയേറെ പ്രാധാന്യമുള്ള ഒരു ഏകാദശിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ദശമിയാണ്, നാളെ ഏകാദശിയാണ്. എല്ലാവരും ഏകാദശി വ്രതം നാളെ നോറ്റോളൂ. അപ്പോൾ ഇതിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് പറയാം. ഈ മാഹാത്മ്യം പറഞ്ഞു കൊടുക്കുന്നത് ഭഗവാനാണ് കേട്ടോ. യുധിഷ്ഠിരനും പാഞ്ചാലിക്കുമാണ് പറഞ്ഞു കൊടുക്കുക. എല്ലാ ഏകാദശിയുടെയും മാഹാത്മ്യം ഭഗവാൻ തന്നെ പറഞ്ഞു കൊടുക്കുക. അത് ഒന്നെങ്കിൽ അർജുനനെ, അല്ലെങ്കിൽ യുധിഷ്ഠിരനെ, അല്ലെങ്കിൽ പാഞ്ചാലിക്ക്, അല്ലെങ്കിൽ എല്ലാവർക്കും കൂടി അങ്ങനെയൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് പാഞ്ചാലി വ്രതമൊക്കെ നോൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കഥ എങ്ങനെയാണ് പറയണത്? സ്വർഗലോകത്ത് ദേവേന്ദ്രൻ, അവിടെ ഗന്ധർവന്മാരും അപ്സരസുകളും ഒക്കെ ഉണ്ടായിരിക്കും. അവരവിടെ ആട്ടവും പാട്ടവും ഒക്കെ ആയിട്ട് ദേവേന്ദ്രനെ സന്തോഷിപ്പിക്കുക. അങ്ങനെയൊക്കെയാണല്ലോ സ്വർഗരാജ്യത്തുള്ളത്. സുന്ദരന്മാരായിട്ടുള്ള ഗന്ധർവന്മാര്, ഗാനഗന്ധർവന്മാര്, അവർ പാട്ടുപാടും. അപ്സരസുകൾ, അതിസുന്ദരികളായിട്ടുള്ള അപ്സരസുകൾ നൃത്തം ചെയ്യും. അങ്ങനെയൊക്കെയാണ് സന്തോഷിപ്പിക്കുക ദേവേന്ദ്രനെ. അപ്പോൾ അവിടെ ഒരു ഗന്ധർവനുണ്ട്, മല്യവാൻ എന്നാണ് പേര്. നല്ല സുന്ദരനാണ് കേട്ടോ ഗന്ധർവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കതേക്കുറിച്ച് സങ്കല്പിക്കാം, നമ്മൾ കേട്ടിട്ടുള്ള കഥകളിലൂടെയൊക്കെ. അപ്പോൾ ഒരു അപ്സരസുണ്ട്, പുഷ്പാവതി എന്നാണ് പേര്. അപ്പോൾ യവനയുക്തയായിട്ടുള്ള യൗവനത്തിലേക്ക് കടക്കുന്ന അതിസുന്ദരിയായിട്ടുള്ള ഒരു അപ്സരസാണ്. അപ്പോൾ ഈ അപ്സരസിനെ ഈ ഗന്ധർവന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായി. അപ്പോൾ അത് അന്യയിലേക്ക് അടുപ്പിക്കാനായിട്ട് കണ്ണുകൊണ്ടുള്ള ഓരോ ചേഷ്ടകൾ അങ്ങനെയൊക്കെ കാണിക്കാനായിട്ട് തുടങ്ങിയിട്ടോ. അപ്പോൾ ഈ അപ്സരസാണെങ്കിലും അതീവ സുന്ദരിയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ ഈ ആട്ടവും പാട്ടൊക്കെ നടക്കുന്നതിനിടയിൽ നന്നായി ഒന്ന് അടുത്തു. അവരുടെ ആ ഒരു സ്നേഹം, പ്രേമം കൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ ചേർന്നു. അപ്പോൾ ഈ നൃത്തമൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ചെറിയ രീതിയിലുള്ള താളപ്പിഴകളൊക്കെ വരാനായിട്ട് തുടങ്ങിട്ടോ. അപ്പോൾ ദേവേന്ദ്രൻ ഇത് ശ്രദ്ധിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ സന്തോഷിപ്പിക്കുക എന്നതിലുപരി അവർ സ്വയം രണ്ടുപേരും കൂടെ സന്തോഷിക്കുക, അവരതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ദേവേന്ദ്രന് ഇഷ്ടമായില്ല, തന്നോടുള്ള ഒരു അനാദരവ്. അങ്ങനെയാണ് ഇന്ദ്രന് അത് തോന്നിയത് കേട്ടോ. ഉടനെ തന്നെ എന്തായി, ഇവരെ ശപിച്ചു. നിങ്ങൾ രണ്ടുപേരും പിശാചുകളായിട്ട് പോകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ശപിക്കണത്. അപ്പോൾ ശാപം കിട്ടിയപ്പോൾ ഇവർ ചെയ്ത് തെറ്റാണെന്ന് അവർക്ക് മനസ്സിലായി. പക്ഷെ എന്താ ചെയ്യുക, ശാപം ലഭിച്ചു. അവർ രണ്ടുപേരും പിശാചുകളായിട്ട് ഭൂമിയിലേക്ക് വന്നിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ ഇവരുടെ രൂപം തന്നെ ഭയാനകമായിട്ടുള്ള രൂപമാണ്. ഇവർക്കൊന്ന് പരസ്പരം തൊടാനായിട്ട്, തൊട്ട് കഴിഞ്ഞാൽ ഒന്നുമില്ല, പേടിപ്പിക്കുന്ന രൂപമാണ്. കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഗന്ധം, ഇതൊന്നും ഇവർക്ക് പരസ്പരം തമ്മിൽ അടുക്കാനായിട്ട് സാധിക്കണില്ല. നല്ല സങ്കടമായി. അവർ ചെയ്ത് തെറ്റില്ല, അവർക്ക് പശ്ചാത്താപം ഉണ്ട് കേട്ടോ. കാരണം അങ്ങനെ ചെയ്തു പോയല്ലോ ഭഗവാനെ, ഞങ്ങൾ തെറ്റ് ചെയ്തല്ലോ. ഭഗവാനെയാണ് അവർ വിളിക്കണത്, നാമം ചൊല്ലുകയാണ് ചെയ്യുന്നത്. അവർക്ക് അവിടെ ഒരു അവർക്ക് എങ്ങനെയാണ് ശാപം കിട്ടിയെന്നൊക്കെ അവർക്ക് നല്ല ബോധ്യമുണ്ട് കേട്ടോ. അങ്ങനെ ഭഗവാനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. തങ്ങൾ ചെയ്ത ആ ഒരു തെറ്റിലെ നന്നായിട്ട് പശ്ചാത്താപിക്കുന്നുണ്ട് അവർ. നല്ല സങ്കടത്തോട് കൂടിയിട്ടാണ് അവർ ഭഗവാനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം പോലും അവർ കഴിക്കുന്നില്ല. അപ്പോൾ അതേപോലെ തന്നെ ഉറങ്ങുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. നല്ല തണുപ്പത്ത് ഉറക്കം പോലും ഇല്ലാതെ, ഭക്ഷണം പോലും കഴിക്കാതെ അവർ ചെയ്ത തെറ്റിലെ പശ്ചാത്താപിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് ദിവസമായി അങ്ങനെ. അതിലൊരു ദിവസം ഈ ഒരു ജയ ഏകാദശി വരുന്ന ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഇവര് അറിയാതെ, ഇവർ പോലും അറിയാതെ ഇവർ ഏകാദശി നോറ്റും. ഒരുവിധം എല്ലാ ഏകാദശിയുടെ മഹാത്മ്യ കഥകളും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ആളുകൾക്ക് മാത്രമേ വ്യത്യാസം ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇവരിങ്ങനെ അറിയാതെയാണ് ആ ഒരു ഏകാദശി നോൽക്കുന്നത്. ഏകാദശി നോറ്റു, അവരെ പുണ്യം നേടി, ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഉടനടി ഇവർക്ക് ശാപമോക്ഷം ലഭിച്ചു. ആ ഒരു പിശാചിൻ്റെ ആ ഭയാനകമായിട്ടുള്ള രൂപത്തിൽ നിന്ന് അവരുടെ അതേ പഴയ രൂപം, ആ സുന്ദരിയും സുന്ദരനുമായിട്ടുള്ള ആ ഒരു രൂപം നൽകിയിട്ട് അവരെ അനുഗ്രഹിച്ചു. തിരികെ അവർ വിമാനത്തിൽ കയറിയിട്ട് സ്വർഗത്തിലേക്ക് എത്തി. അപ്പോൾ ആ ശാപമൊക്കെ മാറിയിട്ട് അവർ തിരികെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു, ഇന്ദ്രന്റെ ലോകത്തേക്ക്.
അപ്പോൾ ഇന്ദ്രൻ ഇത് കണ്ടു, നിങ്ങളെ ഞാൻ ശപിച്ചു വിട്ടതാണല്ലോ, ഇത്ര പെട്ടെന്ന് നിങ്ങൾ തിരിച്ചെത്തിയോ, അങ്ങനെ ചോദിക്കുന്നത്. വളരെ വേഗം തന്നെ അവർക്ക് ശാപമോക്ഷം ലഭിച്ചേ. അപ്പോൾ എന്ത് അതിശയകരമായിട്ടുള്ള കാര്യമാണ് സംഭവിച്ചതെന്നാണ് ഇന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നത് അവരുടെ അടുത്ത്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെയാണ് കഴിഞ്ഞുകൂടിയിരുന്നത്, ഞങ്ങൾ അറിയാതെ ഈ ഒരു ഏകാദശി നോറ്റു, അതിൻ്റെ ഫലമായിട്ട് ഭഗവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതാണ്, ഞങ്ങൾക്ക് ശാപമോക്ഷം നൽകിയിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഭഗവാൻ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്ദ്രനൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ. ഇന്ദ്രനും അവരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. അങ്ങനെ ഈ രണ്ടുപേർക്കും, ഈ ഗന്ധർവനും അപ്സരസനും ശാപമോക്ഷം കിട്ടിയ ഒരു കഥയാണ് ഈ ഒരു ജയ ഏകാദശിയുടെ ഐതിഹ്യമായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നോറ്റ് കഴിഞ്ഞാൽ നമ്മുടെ മുജ്ജന്മങ്ങളിലുള്ള എല്ലാ പാപങ്ങളും ഇല്ലാതാക്കും എന്നാണ് പറയുക. അപ്പോൾ ഇവർക്ക് ശാപത്തിൽ നിന്ന് മോക്ഷം ലഭിച്ചു. മോക്ഷം ലഭിക്കുക എന്നുള്ളതാണ് പരമോന്നതമായിട്ടുള്ള ആ ഒരു നമ്മുടെ എല്ലാവരുടെയും ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും മോക്ഷം ലഭിക്കും, ബ്രഹ്മഹത്യാ പാപം പോലും ഇല്ലാതാക്കും. ഈ ഒരു ഏകാദശിയുടെ മാഹാത്മ്യം ഉണ്ടല്ലോ, ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു കഥ, ഇത് കേട്ട് കഴിഞ്ഞാൽ, അത് ശ്രവിച്ചു കഴിഞ്ഞാൽ നീ സോമ യജ്ഞം അനുഷ്ഠിച്ചതിൻ്റെ ആ ഒരു ഫലം കൂടിയാണ് ലഭിക്കുക. അത്രയും വിശേഷപ്പെട്ട ഒരു ഏകാദശിയാണ് നാളെ വരുന്നത്, ഈ ഒരു ജയ ഏകാദശി അല്ലെങ്കിൽ ഭൈമി ഏകാദശി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെ ഏകാദശി വ്രതം നോറ്റോളൂ. വ്രതം നോൽക്കേണ്ടതിനെ കുറിച്ചിട്ട് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, എന്നിരുന്നാലും ചുരുക്കി എന്ന് പറയാട്ടോ. ഇതിപ്പോൾ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടായിരിക്കും, അവർക്ക് വേണ്ടിയിട്ട് വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്നും കൂടെ ഒന്ന് ചെറുതായി ഒന്ന് ചുരുക്കിയിട്ടൊന്നും കൂടെ പറയാം. ഇന്ന് ദശമിയാണല്ലോ, അപ്പോൾ ഇന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രി ഒന്നും കഴിക്കരുതെന്നാണ് പറയുക. നാളെ അതിരാവിലെ എണീറ്റ് കുളിച്ച് തുളസി തീർത്ഥം സേവിച്ചുകൊണ്ട് വ്രതം ആരംഭിക്കാം കേട്ടോ. പിന്നെ പൂർണ്ണമായിട്ടുള്ള ഉപവാസം നാളെ ഒന്നും തന്നെ കഴിക്കരുത്, ഭഗവാനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സമയം ചിലവഴിക്കുക. പിറ്റേ ദിവസം ദ്വാദശിയുടെ അന്ന് ഇതേപോലെ നേരത്തെ എണീറ്റ് കുളിക്കുക, തുളസി തീർത്ഥോ ക്ഷേത്രങ്ങളിൽ ലഭിക്കുന്ന തീർത്ഥോ സേവിച്ചുകൊണ്ട് പാരണ വീടാം. പിന്നെ അന്നും ഉച്ചയ്ക്ക് എന്തെങ്കിലും ഊണ് കഴിച്ചു കഴിഞ്ഞാൽ രാത്രി ഒന്നും കഴിക്കരുതെന്നാണ് പറയുക. പിന്നെ നാളെയും മറ്റന്നാളും, അതായത് ഏകാദശിയുടെ അന്നും ദ്വാദശിയുടെ അന്നും ഉച്ചയുറക്കം പാടില്ല എന്നും പറയാറുണ്ട് കേട്ടോ. രാത്രിയും ഉറങ്ങാൻ പാടില്ല എന്നൊക്കെ തന്നെയാണ് പറയുക. പക്ഷെ അങ്ങനെ ഇരുന്നാൽ കൂടെ അതും നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെയൊന്നുമല്ല, നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ അനുഷ്ഠിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞത് പൂർണ്ണമായിട്ടുള്ള ഉപവാസത്തോട് കൂടിയിട്ട് ഏകാദശി വ്രതം നോൽക്കുന്നതിനെ കുറിച്ചാണ്. പക്ഷെ ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി വ്യത്യാസം ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും മരുന്നുകളൊക്കെ കഴിക്കേണ്ടതായിട്ടുള്ളവരുണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർ ചിലപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ട് നോൽക്കാം, വെള്ളം മാത്രം കുടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പം അത്യാവശ്യ സമയങ്ങളിൽ പാലോ പഴമോ കഴിച്ചുകൊണ്ട് നോൽക്കാം. ഇനിയിപ്പോൾ അതൊന്നും സാധിക്കാത്തവർക്ക് അരിഭക്ഷണം മാത്രം ഒഴിവാക്കിയിട്ട് ഗോതമ്പോ റവയോ അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിച്ചുകൊണ്ട് ഏകാദശി വ്രതം നോൽക്കുക കേട്ടോ. ഭഗവാനോട് കൂടെ ആയിരിക്കുക, കൂടുതൽ സമയവും നന്നായി നാമം ജപിക്കുക, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാവരെ കൊണ്ടും സാധിക്കുന്ന രീതിയിൽ ആരോഗ്യം സൂക്ഷിച്ചുകൊണ്ട് ഏകാദശി വ്രതം നോൽക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നാളത്തെ ഒരു ഏകാദശി വ്രതം എല്ലാവരും നോറ്റോളൂ. പിന്നെ ഈ ഒരു ഏകാദശിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ ഏകാദശി കഴിഞ്ഞ് വരുന്ന ദ്വാദശി ഉണ്ടല്ലോ, ഈ ദ്വാദശീനെ വരാഹ ദ്വാദശി എന്നാണ് പറയുക. അതായത് വരാഹത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ, വരാഹത്തിന്റെ പിറന്നാളായിട്ടാണ് പറയുക. അതാണ് വരാഹ ദ്വാദശി എന്ന് പറയുന്നത്. ഹിരണ്യാക്ഷനെ വധിക്കാനായിട്ട് വരാഹം അവതരിച്ചുല്ലോ, എന്നിട്ട് ആ തേട്ടയുടെ മുകളിൽ ഭൂമിയൊക്കെ ആയിട്ട് വന്ന ആ ഒരു കഥയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുൻപ്. അപ്പോൾ ആ ഒരു വരാഹ ദ്വാദശിയാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു ദ്വാദശിക്കും പ്രാധാന്യമുണ്ട്. അപ്പം അന്നത്തെ ദിവസം ഇപ്പോൾ ഭൂമിയുമായി ബന്ധപ്പെടുത്തിയിട്ടാണല്ലോ നമ്മൾ വരാഹത്തിനെ എപ്പോഴും പറയാറുള്ളത്. അപ്പോൾ ഭൂമി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് ഭൂമി വിൽക്കാനുണ്ട്, അല്ലെങ്കിൽ വാങ്ങാനുണ്ട്, അല്ലെങ്കിൽ ഭൂമിയിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ട്, അപ്പം അങ്ങനെ ഭൂമി സംബന്ധമായിട്ടുള്ള എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ടോ, വരാഹത്തെ സ്തുതിക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു ദിവസമായിട്ടാണ് ഈ ദ്വാദശീനെ പറയണത് കേട്ടോ. വരാഹ ദ്വാദശി എന്ന് പറയണത്. അപ്പോൾ വരാഹ പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോകുക, അവിടെയൊക്കെ വേണ്ട സാധിക്കുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക, നന്നായി പ്രാർത്ഥിക്കുക, വരാഹത്തെ സ്തുതിക്കുക, വരാഹത്തിൻ്റെ കഥകളൊക്കെ കേൾക്കുക, ഇതൊക്കെ ഈ ദ്വാദശിയുടെ ദിവസം വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഈ ഏകാദശിക്കും പ്രത്യേകതയുണ്ട്, നാളത്തെ ഏകാദശിക്കും പ്രത്യേകതയുണ്ട്, മറ്റന്നാളത്തെ ദ്വാദശിക്കും പ്രത്യേകതയുണ്ട്. അപ്പോൾ അത്രയും വിശേഷമുള്ള ഒരു ദിവസമാണ് ഇനി വരാനായിട്ട് പോകുന്നത്. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും ചിട്ടയോട് കൂടിയിട്ട് ആചരിക്കുക, നന്നായിട്ട് ഭഗവാനെ വിളിക്കുക, എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ നൽകട്ടെ. നന്നായി തന്നെ ഏകാദശി വ്രതം എടുക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ കേട്ടോ. ഇനി ഇതോടൊപ്പം തന്നെ ഏകാദശിയുടെ ഹരിവാസര സമയം കൂടെ പറയാൻ കേട്ടോ, ഒപ്പം പാരണ വിടുന്ന സമയം. ഹരിവാസര സമയം വരുന്നത് നാളെ തന്നെയാണ്, 29-ാം തീയതി
രാവിലെ 7:12 മുതൽ വൈകിട്ട് 7:14 വരെയാണ്. കുറച്ചധികം സമയമുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നന്നായിട്ട് ഭഗവാനെ വിളിക്കുക, നന്നായി നാമം ചൊല്ലുക, ഭഗവാനോട് കൂടെ ആയിരിക്കുക. അത്രയേറെ ഫലങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ പാരണ വീടുന്നത് 30-ാം തീയതിയാണ്, ദ്വാദശിയുടെ അന്ന്. അത് രാവിലെ 6:47 മുതൽ 9:30 വരെയുള്ള സമയത്താണ് കേട്ടോ. ആ സമയത്താണ് പാരണ വീടേണ്ടത്. ചെറിയൊരു സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയാലും കുഴപ്പമില്ല. നമ്മൾ ഏകാദശി വ്രതം നോൽക്കുക, അത് ഭഗവാനെ പൂർണ്ണതയോട് കൂടിയിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ അത് സമർപ്പിക്കുക, അതാണ് പ്രധാനം കേട്ടോ. നന്നായിട്ട് ഭഗവാനെ വിളിച്ചോളൂ. സാധിക്കുന്ന എല്ലാവരും ഏകാദശി വ്രതം നോറ്റോളൂ. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നതേ, നമ്മൾ ശിവക്ഷേത്രങ്ങളിലെ ചെറിയ കുട്ടികളെ കയറ്റാറില്ല. അതായത് 1 വയസ്സ് കഴിഞ്ഞിട്ടേ കയറ്റാനായിട്ട് പാടുള്ളൂ എന്ന് ഞാൻ ഇന്നലത്തെ ഒരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ശിവക്ഷേത്രങ്ങളിലുള്ള ആ ഒരു ചൈതന്യം, അതിൻ്റെ പ്രഭാവത്തിന് വ്യത്യാസമുണ്ട്. അത് വളരെ വലിയ ഒരു പ്രഭാവമാണ്. സാധാരണ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രങ്ങളിലെ പോലെയല്ല. ശിവക്ഷേത്രത്തിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ തപസ്സിരിക്കുകയാണ്, മഹാദേവൻ തപസ്സിരിക്കുകയാണ്. അപ്പോൾ എന്താണ് വ്യത്യാസം എന്ന് പറയുന്നത്, ആ ഒരു പ്രഭാവത്തിന് അത്രയേറെ എന്താ പറയുക കൂടുതലാണ്, ആ പ്രഭാവം കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ ചെറിയ കുട്ടികളെയൊക്കെ ആയിട്ട് പോകുന്ന സമയത്തെ, അവർ കുഞ്ഞു കുട്ടികളല്ലേ, ആ ഒരു പ്രഭാവത്തെ പൂർണ്ണമായിട്ട് അബ്സോർബ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് ചെറിയ കുട്ടികളെ കയറ്റരുത് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, മഹാദേവ ക്ഷേത്രങ്ങളിലൊക്കെ വളരെ സ്ട്രിക്റ്റ് ആണ്, മിണ്ടി പോകരുത് എന്നാണ് പറയുക. നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് ലഹള കൂട്ടണ പോലെ അല്ല കേട്ടോ. മമ്മിയൂർ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇതിൻ്റെ 4-1 ലഹള പോലും ഉണ്ടായിരിക്കില്ല, നിശബ്ദമായിരിക്കും. അത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തപസ് ചെയ്യുന്ന മഹാദേവനൊന്ന് സങ്കല്പിച്ച് നോക്കൂ. ആരെങ്കിലും അതിന് ഭംഗം വരുത്താനായിട്ട് അല്ലെങ്കിൽ അതിനൊന്ന് ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് ശ്രമിക്കാൻ പാടില്ല എന്നല്ലേ പറയാ. അതുകൊണ്ടാണ് ശബ്ദം ഉണ്ടാക്കരുത്, ബഹളം ഉണ്ടാക്കരുത് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. അവരെപ്പോഴാ കരയാന്ന് നമുക്ക് അറിയില്ല. ഈ 1 വയസ്സിനുള്ള താഴെയുള്ള കുട്ടികളെ നമ്മുടെ കൺട്രോളിലല്ല അവർക്ക് എപ്പോൾ വേണമെങ്കിലും എന്തെങ്കിലും അവർ ജീവിക്കുന്ന അല്ലെങ്കിൽ അവർ താമസിക്കുന്ന ആ ചുറ്റുപാടിൽ നിന്ന് മാറ്റം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ അവർ കരയും. അതൊട്ട് നിർത്താനും സാധിച്ചു എന്ന് വരില്ല. അപ്പം എന്തായി, തപസ് ചെയ്യുന്ന മഹാദേവനെ നമ്മൾ അറിയാതെ അത് ദ്രോഹിക്കുന്ന പോലെയാണല്ലോ. നമ്മൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാനായിട്ട്, ആരും ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് ചെറിയ കുട്ടികളെ മഹാദേവ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകരുത്. 1 വയസ്സ് വരെ കൊണ്ടുപോകരുത്. പിറന്നാളിൻ്റെ അന്ന് അല്ലെങ്കിൽ പിറന്നാൾ കഴിഞ്ഞിട്ടൊക്കെയാണ് പോകുക. ചോറൂണ് കൊടുത്താലും കൊണ്ടുപോകരുത് എന്ന് പറയണതിൻ്റെ ഒരു കാരണം അതാണ് കേട്ടോ. പിന്നെ പറയണത്, ഇപ്പോൾ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോഴേ ചെറിയ കുട്ടികൾക്ക് ഡയപ്പറൊക്കെ ഇട്ട് കൊടുക്കും. അത് മൂത്രമൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പണ്ട് കാലത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ താഴേക്ക് ആയിക്കഴിഞ്ഞാൽ എന്തായാലും അശുദ്ധിയായി. അപ്പോൾ ഡയപ്പറിലായിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ളൊരു ശാസ്ത്രം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ തന്നെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ചെറിയ കുട്ടികളുടെ അടുത്ത് നമുക്കതൊന്നും പറയാനായിട്ട് സാധിക്കില്ലല്ലോ. അപ്പോൾ ഈ ഡയപ്പർ ഉപയോഗിക്കുകയാണെങ്കിൽ പോലും അത് അശുദ്ധിയാണ് എന്ന് പറയാറുണ്ട് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഈ മഹാവിഷ്ണു ക്ഷേത്രമാണെങ്കിലും മഹാദേവ ക്ഷേത്രമാണെങ്കിലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, അവിടെ പുണ്യാഹം പറ്റിക്കഴിഞ്ഞാൽ അതിനുള്ള ചടങ്ങും കുറച്ച് വിപുലമായിട്ടാണ് മഹാദേവ ക്ഷേത്രത്തിൽ നടക്കുക. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ കാര്യം ഒന്ന് നോക്കാം. നാലമ്പലത്തിനകത്ത് ഏത് തരത്തിലുള്ള അബദ്ധം സംഭവിച്ചാലും പുണ്യാഹമാണ് കേട്ടോ. പക്ഷേ പുറത്ത് പ്രദക്ഷിണ വഴിയിലൊക്കെ കുട്ടികൾ ഇപ്പോൾ വൊമിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ മൂത്രമൊക്കെ ചെറിയ കുട്ടികളൊക്കെ മൂത്രമൊക്കെ ഒഴിക്കുമല്ലോ, അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാലും ബുദ്ധിമുട്ടില്ല. ആ കടക്കുന്ന ഭാഗം ഉണ്ടല്ലോ, നാലമ്പലത്തിലേക്ക് കടക്കുന്ന വാതിൽ മണം, അവിടെ ആയിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം ചവിട്ടിയിട്ട് അകത്തേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അതിലപ്പുറം ഞാനിപ്പോൾ ഒരു അഹിന്ദു പ്രവേശിക്കുന്ന കാര്യമല്ലാട്ടോ പറയുന്നത്. അഹിന്ദു പ്രവേശിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുണ്യമാണ്. അതല്ലാതെ കുട്ടികളുടെ കയ്യിൽ നിന്നൊക്കെ വരുന്ന ചെറിയ അബദ്ധങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും ബുദ്ധിമുട്ടില്ല. പക്ഷെ മഹാദേവ ക്ഷേത്രത്തിൽ അങ്ങനെയല്ല. ആ രീതികൾക്കൊക്കെ നല്ല വ്യത്യാസമുണ്ട്. വിപുലമായിട്ടുള്ള രീതിയിലൊക്കെയാണ് അവിടെയുള്ള പുണ്യാഹമൊക്കെ നടത്തുക. അപ്പം അതുകൊണ്ടൊക്കെയാണ് കുട്ടികളെ കഴിയുന്നതും മഹാദേവ ക്ഷേത്രത്തിലേക്ക് 1 വയസ്സ് താഴെയുള്ള കുട്ടികളെ കയറ്റാറില്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട വേറൊരു കാരണം കേട്ടോ. പിന്നെ ഇതൊന്നും നേരാവണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാകില്ല. പണ്ടുള്ളവരൊക്കെ അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും പോകില്ലായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല. അതിൻ്റെ എന്ത് കാരണം എന്ന് എല്ലാവരും ചോദിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. മനസ്സിലാക്കി കൊടുത്താൽ അവർക്ക് മനസ്സിലാവും. അപ്പോൾ അതിനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടത്തിയത്. ഇനിയിപ്പോൾ മനസ്സിലാവാത്തവരടുത്ത് എന്താ പറയുക, അയ്യോ അങ്ങോട്ട് പോകരുത്, അത് ശിവക്ഷേത്രമാണ്, അവിടെ ശിവഭൂതങ്ങൾ ഉണ്ടാകും, ഭൂതങ്ങൾ പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കും. അപ്പോൾ ചിലവർ അനുസരിക്കും. അപ്പോൾ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് ഇതാണ്. എന്ത് പറയുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പുറകിൽ ഒരു കാരണമാണ്, ഒരു ശാസ്ത്രം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ആരും അത് ചെയ്യില്ല.
ചിലരാണെങ്കിൽ പേടിപ്പിച്ചാലേ ചെയ്യുള്ളൂ. അതാണ് ഇപ്പം ഇന്നലെ തോർത്തുമുണ്ട് തലയിൽ ചുറ്റേണ്ട കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തോർത്തുമുണ്ട് തലയിൽ ചുറ്റിക്കഴിഞ്ഞാൽ തല പൊട്ടി തെറിക്കുമെന്ന് പറഞ്ഞാൽ വേഗം അത് വലിച്ചൂരിയിടും. അപ്പം അങ്ങനെ ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചു കഴിഞ്ഞാൽ ചിലരനുസരിക്കും. അതുകൊണ്ടൊക്കെയാണ് ഈ ശിവഭൂതങ്ങൾ പിടിക്കും എന്നൊക്കെ പറയുന്നത് കേട്ടോ. യഥാർത്ഥത്തിലുള്ള കാരണം ഇതാണ്. മഹാദേവന്റെ ആ ഒരു വിഗ്രഹത്തിൽ ആ ഒരു പ്രഭാവം അത് അത്രയും വലുതാണ്. അത് ചെറിയ കുട്ടികൾക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് കുഞ്ഞു കുട്ടികളെ, 1 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ശിവക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാത്തത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സാധിക്കുന്ന എല്ലാവരും ഏകാദശി വ്രതം നോൽക്കുക. വീഡിയോയൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം കേട്ടോ. ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ദ്വാദശിയിൽ എന്ന് വരാഹമൂർത്തിയെ നന്നായിട്ട് ധ്യാനിക്കുക. വരാഹത്തിൻ്റെ പ്രതിഷ്ഠയൊക്കെയുള്ള ക്ഷേത്രങ്ങളുണ്ടായിരിക്കും. വളരെ അപൂർവമായിട്ടാണ് ഉണ്ടായിരിക്കുള്ളൂ. ആ തൊട്ടടുത്തൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോകുക. ഇനിയിപ്പോൾ പോകാനായിട്ട് സാധിക്കാത്തവർ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് സ്തുതിക്കുക. ഏതെങ്കിലും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ പോകുക. നന്നായി തന്നെ ഏകാദശി വ്രതം നോൽക്കുക കേട്ടോ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. പിന്നെ നാമജപം പറയാനായിട്ടുണ്ട് 2 ദിവസത്തെ കേട്ടോ. അതും കൂടെ ചേർത്ത് പറയാം. 4,13,332 നാമങ്ങളാണ് കേട്ടോ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ നാമം ചൊല്ലിക്കോളിന്. ഏകാദശിയുടെ അന്നൊക്കെ നന്നായി ഹരിവാസര സമയത്തൊക്കെ നന്നായി നാമം ജപിക്കുക. എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം വേണ്ടുവോളം ലഭിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും പിന്നെ അലങ്കാരവും ഇതേപോലുള്ള പുതിയ അറിവുകളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.